നമസ്കാരം, ഞാൻ ജെമി ജോൺ. അൽഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ബഹ്റൈൻ രാജാവ് ഹിസ് മജസ്റ്റിക് കിങ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫയുടെയും കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ ഹിസ് റോയൽ ഹൈനസ് പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെയും നേതൃത്വത്തിൽ ബഹ്റൈനിലെ സർക്കാർ സേവനങ്ങളിൽ പുരോഗതി കൈവരിച്ചതായി ക്യാബിനറ്റ് കാര്യമന്ത്രി ഹമദ് ബിൻ ഫൈസൽ അൽ മൽക്കി പറഞ്ഞു. 2023-26 എന്ന സർക്കാർ പരിപാടിയുടെ ഭാഗമായി 500 സർക്കാർ സേവനങ്ങൾ വികസിപ്പിക്കുന്നതിന് മന്ത്രിസഭ അംഗീകാരം നൽകിയതായും അദ്ദേഹം വ്യക്തമാക്കി. ഓരോ സർക്കാർ സ്ഥാപനവും സേവനം മെച്ചപ്പെടുത്തലുകളും പുനർനിർമ്മാണ പ്രക്രിയകളും നടപ്പിലാക്കുന്നതിനായി ഒരു പ്രത്യേക ടീമിനെ രൂപീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. 24 സർക്കാർ സ്ഥാപനങ്ങളിലുടനീളമുള്ള സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ 7 മാസമായി ഒരു പ്രത്യേക സമിതി ഈ സംരംഭത്തിൽ പ്രവർത്തിക്കുന്നു എന്നും വ്യക്തികൾക്കായി 240 സേവനങ്ങൾ, ബിസിനസ്സുകൾക്കായി 180, മറ്റ് 80 സേവനങ്ങൾ എന്നിവ മെച്ചപ്പെടുത്തുന്നതിന് സമിതി സഹായിക്കുകയും ചെയ്തു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്വദേശികൾക്കും വിദേശികൾക്കും രാജ്യത്ത് ലഭ്യമായ സേവനങ്ങളുടെ ഗുണനിലവാരം ഗണ്യമായി മെച്ചപ്പെടുത്തുന്നതിലാണ് ഈ സംരംഭം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. രാജ്യത്തെ പഴക്കമുള്ള ഭൂഗർഭ കിണറുകളുടെ സംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇത്തരം കിണറുകളുടെ ഉടമകളോട് അവരുടെ വിശദ വിവരങ്ങൾ അധികാരികളുമായി പങ്കുവയ്ക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളതായി ബഹ്റൈൻ മുനിസിപ്പാലിറ്റി കാര്യ കൃഷി മന്ത്രാലയം അറിയിച്ചു. ഈ വർഷം നവംബർ 30-നകം വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു. ഭൂഗർഭജലത്തിന്റെ പരിപാലനം ലക്ഷ്യമായിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് കിണറുകളുടെ ഡാറ്റ അപ്ഡേറ്റ് ചെയ്യാൻ മന്ത്രാലയം ആരംഭിച്ചതെന്ന് പ്രസ്താവനയിൽ പറഞ്ഞു. വിവിധ മേഖലകളിലെ അത്തരം കിണറുകളുടെ എല്ലാ ഉടമകളും നിയന്ത്രണങ്ങൾ പാലിക്കുകയും നവംബർ 30-ന് ഗ്രേസ് പീരിയഡ് അവസാനിക്കുന്നതിന് മുൻപ് തന്നെ പ്രാദേശിക അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ഡയറക്ടറേറ്റിൽ അവരുടെ വിശദാംശങ്ങൾ സമർപ്പിക്കണമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ശ്രീനാരായണ ഗുരുദേവന്റെ 170-ാം ജയന്തി ശ്രീനാരായണ കൾച്ചറൽ സൊസൈറ്റി വിപുലമായി ആഘോഷിച്ചു. കേരളം കണ്ട ഏറ്റവും മഹാനായ സാമൂഹിക പരിഷ്കർത്താവും ആത്മീയ ആചാര്യന്മാരിൽ പ്രമുഖനുമാണ് ശ്രീനാരായണ ഗുരുദേവനെന്ന് ചെയർമാൻ കൃഷ്ണകുമാർ D പറഞ്ഞു. ഗുരുദേവൻ കൊളുത്തിവെച്ച അറിവിന്റെ തിരുനാളം ഒരു കെടാവിളക്കായി മനസ്സിൽ സൂക്ഷിക്കുന്ന എല്ലാ ശ്രീനാരായണ ഭക്തർക്കും അദ്ദേഹം ശ്രീനാരായണ കൾച്ചറൽ സൊസൈറ്റിയുടെ ഗുരുദേവ ജയന്തി ആശംസകൾ നേർന്നു. ബഹ്റൈനിലെ സാമൂഹ്യ സേവന രംഗത്ത് നിരവധി സേവനങ്ങൾ നൽകി വരുന്ന ലൈറ്റ്സ് ഓഫ് കൈൻഡ്നസ് ലോക മാനവിക ദിനം ആചരിച്ചു. ലോക മാനവിക ദിനത്തോടനുബന്ധിച്ച് ലൈറ്റ്സ് ഓഫ് കൈൻഡ്നസ് സോഷ്യൽ എയ്ഡ് മൂവ്മെന്റിന്റെ പേരിൽ ബീറ്റ് ദ ഹീറ്റ് പ്രോഗ്രാമിന്റെ ഭാഗമായി മനാമയിലെ താഴ്ന്ന വരുമാനക്കാരായ തൊഴിലാളികളുടെ ഹോസ്റ്റലുകൾക്ക് സമീപം വെള്ളം, ജ്യൂസ്, തൊപ്പികൾ, ബഹ്റൈൻ ബെസ്കോ കാർഡുകൾ എന്നിവ വിതരണം ചെയ്തു. വിതരണത്തിൽ ലൈറ്റ്സ് ഓഫ് കൈൻഡ്നസ് പ്രതിനിധി രമണൻ, സെയ്ദ് ഹനീഫ്, ഗുദേബിയ കൂട്ടം, മുജീബ് എന്നിവർ പങ്കെടുത്തു. ബഹ്റൈനിൽ ജോലി നഷ്ടപ്പെട്ട് വിസ കാലാവധി കഴിയാറായ കൊല്ലം സ്വദേശി ദിലീപ് കുമാറിന് നാടണയാൻ കൊല്ലം പ്രവാസി അസോസിയേഷന്റെ കൈത്താങ്ങ്. കൊല്ലം പ്രവാസി അസോസിയേഷൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചാരിറ്റി വിങ്ങിന്റെ നേതൃത്വത്തിൽ സെൻട്രൽ ഡിസ്ട്രിക്ട് കമ്മിറ്റി അംഗങ്ങളുടെ സഹായത്തോടെ നാട്ടിലേക്ക് പോകാനുള്ള വിമാനയാത്രാ ടിക്കറ്റും യാത്രാ സഹായവും കൈമാറി. സെൻട്രൽ കമ്മിറ്റി അംഗങ്ങളായ മനോജ്, ജമാൽ, ഷമീർ, സലീം എന്നിവർ സന്നിഹിതരായിരുന്നു. ഇടവേളയ്ക്ക് ശേഷം മറ്റു പ്രധാന വാർത്തകളിലേക്ക് പോകാം. All your favorite products under one roof in Bahrain from our 14 branches at 27-year-old Megamart and Macromart. Bakery, fresh meat and fish, fruits and vegetables, sweets and snacks, ready-to-eat foods, dairy products, grocery or consumer goods. To have a wonderful shopping experience, please visit your nearest Megamart Macromart branch. Megamart and Macromart, full of goodness.
വാർത്തകൾ തുടരുന്നു. ആഫ്രിക്കയിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന എംപോക്സ് വൈറസിനെതിരെ മുൻകരുതലുകളുമായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. വൈറസിന്റെ വ്യാപനം തടയാനായി ആശുപത്രികളിലും വിമാനത്താവളങ്ങളിലും അത്യാഹിത വാർഡുകൾ സജ്ജീകരിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. കഴിഞ്ഞ ബുധനാഴ്ച ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇന്ത്യയുടെ നീക്കം. തൊലിപ്പുറത്ത് തിണർപ്പുമായി ആശുപത്രികളിലെത്തുന്നവരെ തിരിച്ചറിഞ്ഞ് ഐസൊലേഷൻ വാർഡുകളിലേക്ക് മാറ്റാനുള്ള നിർദ്ദേശം ആശുപത്രി അധികൃതർക്ക് നൽകിയതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. രോഗലക്ഷണങ്ങളുള്ളവരുടെ സാമ്പിൾ എടുത്ത് പരിശോധിക്കും. മുൻകരുതൽ മാർഗങ്ങൾ സ്വീകരിക്കാൻ വിമാനത്താവളങ്ങൾക്കും നിർദ്ദേശമുണ്ട്. ഇന്ത്യയിൽ ഇതുവരെ എംപോക്സിന്റെ പുതിയ വകഭേദം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. SC/ST വിഭാഗക്കാരെ ജാതി അടിസ്ഥാനത്തിൽ വിഭജിക്കാനും ക്രിമിലെയർ നടപ്പിലാക്കാനുമുള്ള സുപ്രീം കോടതി വിധിക്കെതിരെ നാളെ കേരളത്തിൽ സംസ്ഥാന വ്യാപക ഹർത്താലിന് ആഹ്വാനം ചെയ്ത് ദളിത് ആദിവാസി സംഘടനകൾ. സുപ്രീം കോടതി വിധി മറികടക്കാൻ പാർലമെന്റിൽ നിയമനിർമ്മാണം നടത്തണമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഷേധം. പ്രകൃതി ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ വയനാട് ജില്ലയെ ഹർത്താലിൽ നിന്നും ഒഴിവാക്കും. വിധിക്കെതിരെ വിവിധ ദളിത് ബഹുജൻ പ്രസ്ഥാനങ്ങൾ ദേശീയ തലത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ഭാരത് ബന്ദിന്റെ ഭാഗമായാണ് സംസ്ഥാന ഹർത്താൽ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഊരുകൂട്ട ഏകോപന സമിതി, ഗോത്രമഹാസഭ, മല അരയ സംരക്ഷണ സമിതി, MCF, വിടുതലൈ ചിരുതൈകൾ കച്ചി, ദലിത് സാംസ്കാരിക സഭ, കേരള സാംഭവ സൊസൈറ്റി, കേരള ഉള്ളാട നവോത്ഥാന സഭ എന്നീ സംഘടനകളാണ് ഹർത്താലിന് നേതൃത്വം നൽകുന്നത്. ഏറെ കാത്തിരിപ്പിനൊടുവിൽ കേരളത്തിൽ നിന്ന് വിമാന കമ്പനി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു. കേരളം ആസ്ഥാനമായ അൽ ഹിന്ദ് ഗ്രൂപ്പിന്റെ അൽ ഹിന്ദ് എയറിന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷന്റെ പ്രവർത്തനാനുമതി ലഭിച്ചെന്ന് CNBC-18 റിപ്പോർട്ട് ചെയ്തു. 200 മുതൽ 500 കോടി രൂപ പ്രാഥമിക നിക്ഷേപത്തോടെ ആദ്യഘട്ടത്തിൽ ആഭ്യന്തര സർവീസുകളാണ് അൽ ഹിന്ദ് നടത്തുക. ഇതിനായി ATR വിമാനങ്ങൾ ഉപയോഗിക്കും. തുടക്കത്തിൽ കൊച്ചി, ബംഗളൂരു, തിരുവനന്തപുരം, ചെന്നൈ സർവീസുകളാണ് ലക്ഷ്യമിടുന്നത്. പിന്നീട് ഘട്ടം ഘട്ടമായി അഖിലേന്ത്യാ തലത്തിലേക്കും രാജ്യാന്തര തലത്തിലേക്കും സർവീസുകൾ വ്യാപിപ്പിക്കും. രാജ്യാന്തര സർവീസുകൾക്ക് എയർബസിന്റെ A320 വിമാനങ്ങൾ പ്രയോജനപ്പെടുത്താനാണ് അൽ ഹിന്ദ് ഉദ്ദേശിക്കുന്നത്. ഇതിനായി 2 വർഷത്തിനകം 20ലേക്ക് വിമാനങ്ങളുടെ എണ്ണം ഉയർത്തും. എയർബസ്, ബോയിങ് എന്നിവയുമായി നാരോ ബോഡി വിമാനങ്ങൾക്കായി അൽ ഹിന്ദ് ഗ്രൂപ്പ് ചർച്ചകൾ നടത്തുന്നുണ്ടെന്നാണ് സൂചനകൾ. 100 മുതൽ 240 സീറ്റുകളുള്ള വിമാനങ്ങളായിരിക്കും ഇവ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ പൂഴ്ത്തിയിട്ടില്ലെന്നും പുറത്തുവിടരുതെന്ന് ജസ്റ്റിസ് ഹേമ തന്നെ കത്ത് നൽകിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. സ്ത്രീകളുടെ വെളിപ്പെടുത്തൽ അടങ്ങുന്ന അതീവ രഹസ്യാത്മക റിപ്പോർട്ടെന്ന് കത്തിൽ ആവർത്തിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സർക്കാരിന് ഇക്കാര്യത്തിൽ ഒറ്റ നയമാണുള്ളത്. ഒരു തരത്തിലും റിപ്പോർട്ട് പുറത്തുവരുന്നതിന് സർക്കാർ എതിരല്ല. സാക്ഷികളുടെ വിശ്വാസം പൂർണ്ണമായും സംരക്ഷിക്കണമെന്ന് റിപ്പോർട്ട് എടുത്തു പറയുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ഉയർന്ന ഗൗരവകരമായ പ്രശ്നങ്ങളുടെ തുടർച്ചയായിട്ടായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ഹേമ കമ്മിറ്റി ശുപാർശ അതീവ പ്രാധാന്യത്തോടെ പരിഗണിക്കാനാണ് സർക്കാർ തീരുമാനിച്ചത്. ശുപാർശ നടപ്പിലാക്കുന്നതിന് പൊതുമാർഗരേഖ കൊണ്ടുവരാൻ സർക്കാരിന് അവകാശമുണ്ടോ എന്നും പരിഗണിച്ചു എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഞെട്ടിക്കുന്നതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. സിനിമയിൽ സ്ത്രീകൾക്ക് സുരക്ഷ വേണം, നിയമ നടപടി സ്വീകരിക്കും, അതിക്രമം അംഗീകരിക്കാനാവില്ല, നിയമസാധുത പരിശോധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ ജീവനക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ സ്പേസ് ഓഡിറ്റ് നടത്താൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. പ്രിൻസിപ്പൽമാർ, സൂപ്രണ്ടുമാർ, വകുപ്പ് മേധാവികൾ എന്നിവർ ചേർന്ന് സ്പേസ് ഓഡിറ്റ് നടത്തി സുരക്ഷിതത്വം ഉറപ്പാക്കണം. രോഗികളുടെ വിവരങ്ങൾ കൃത്യമായി അറിയിക്കാനായി ബ്രീഫിംഗ് റൂം സജ്ജമാക്കിയിട്ടുണ്ടെന്ന് എല്ലാ സ്ഥാപനങ്ങളും ഉറപ്പാക്കേണ്ടതാണ്. ഡോക്ടർമാർ രോഗികളോട് കൃത്യമായി വിവരങ്ങൾ വിശദീകരിച്ച് നൽകണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി. മെഡിക്കൽ കോളേജുകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഉരുൾപൊട്ടൽ തകർത്ത വയനാടിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പുനരധിവാസത്തിന്റെ വിവിധ വശങ്ങൾ വിദഗ്ധരുമായും ജനപ്രതിനിധികളുമായും ചർച്ച നടത്തും. ഇതിന് ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ദുരന്തത്തിൽ 179 പേരുടെ മൃതദേഹങ്ങളാണ് ഇതുവരെ തിരിച്ചറിഞ്ഞത്. 17 കുടുംബങ്ങളിൽ ആരും അവശേഷിക്കുന്നില്ല. ഈ കുടുംബങ്ങളിലെ 65 പേരാണ് ഉരുൾപൊട്ടലിൽ കൊല്ലപ്പെട്ടത്. 119 പേരെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. 172 പേരുടെ മരണാനന്തര ചടങ്ങുകൾക്ക് പണം നൽകിയിട്ടുണ്ട്. ദുരന്തബാധിത മേഖലയിൽ 729 കുടുംബങ്ങൾ ക്യാമ്പുകളിൽ ഉണ്ടായിരുന്നു. 219 കുടുംബങ്ങൾ ഇപ്പോഴും ക്യാമ്പുകളിൽ കഴിയുകയാണെന്നും മന്ത്രി പറഞ്ഞു.
ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടെ മുങ്ങിമരിച്ച ശുചീകരണ തൊഴിലാളി ജോയിയുടെ അമ്മയ്ക്ക് വീട് വെച്ച് നൽകും. തിരുവനന്തപുരം കോർപ്പറേഷൻ നൽകിയ ശുപാർശയ്ക്ക് സർക്കാർ അനുമതി നൽകി. 3 സെന്റിൽ കുറയാത്ത സ്ഥലം ജില്ലാ പഞ്ചായത്ത് കണ്ടെത്തി നൽകണം. സബ്സിഡി വ്യവസ്ഥകൾക്ക് വിധേയമായി കോർപ്പറേഷനാണ് ജോയിയുടെ അമ്മയ്ക്ക് വീട് വെച്ച് നൽകുക. ജോയിയുടെ കുടുംബത്തിന് നേരത്തെ 10 ലക്ഷം രൂപ കേരള സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് ജോയിയുടെ അമ്മയ്ക്ക് 10 ലക്ഷം രൂപ അനുവദിച്ചത്. ജൂലൈ 13 രാവിലെയാണ് മാരായിമുട്ടം സ്വദേശിയായ ജോയിയും മറ്റ് 3 തൊഴിലാളികളും തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുള്ള ഭാഗത്തെ തോട് വൃത്തിയാക്കാൻ ഇറങ്ങിയത്. തോട്ടിലിറങ്ങി മാലിന്യം മാറ്റുകയായിരുന്ന ജോയിയെ കനത്ത മഴയിൽ പെട്ടെന്നുണ്ടായ ഒഴുക്കിൽ കാണാതാവുകയായിരുന്നു. 48 മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിൽ തകരപ്പറമ്പ് വഞ്ചിയൂർ റോഡിലെ കനാലിൽ നിന്നുമാണ് ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഈ വാർത്തയോടുകൂടി BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.